നമസ്കാരം. ട്രൂവിഷൻ ന്യൂസിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി നമ്മളെല്ലാവരും ചർച്ച ചെയ്യുന്ന വിഷയമാണ് പഹൽഗാം ഭീകരാക്രമണം. അതിലെല്ലാവരും ശ്രദ്ധിച്ച ഒരു വിഷയമുണ്ട്. മതം ചോദിച്ചതിനു ശേഷമാണ് ഈ കൂട്ടക്കൊല നടത്തിയത് എന്ന്. ഓരോരുത്തരോടായി പേര് ചോദിക്കുന്നു. പേരിൽ മതമുണ്ടെന്ന് അവർക്കറിയാമായിരുന്നു. മനുഷ്യരെ കാണാത്ത നീചന്മാർ മതത്തെ കണ്ടു. സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുന്ന ചില കമന്റ്സുകൾ നമുക്ക് നോക്കാം. കണ്ടില്ലേ എന്തൊക്കെ കമന്റുകളാ. തീവ്രവാദത്തിനും മതമുണ്ട്, അത് ഇസ്ലാം മതമാണെന്ന് സമ്മതിക്കണം. എല്ലാ വിഭാഗക്കാരും കൂടി ഈ ഭീകര മതത്തെ എതിർത്ത് ഈ ലോകത്ത് തന്നെ ഇസ്ലാം മതം ഇല്ലാതാക്കണം. അങ്ങനെ നിരവധി കമന്റുകൾ. പക്ഷേ ഒരു കാര്യം ഈ കമന്റ് ഇട്ടവർ ആരും ശ്രദ്ധിച്ചില്ല. പഹൽഗാം ഭീകരാക്രമണത്തിന് മുൻപിൽ നിരായുധരായ എല്ലാവരും പകച്ചു നിന്നിട്ടും മറ്റുള്ളവരുടെ ജീവൻ കാക്കാൻ ധീരതയോടെ മുന്നിട്ടിറങ്ങിയത് ഒരു മുസ്ലിമാണ്. മാനവികതയുടെ അടയാള സൂചികയായ അവന്റെ പേര് സെയ്ദ് ആദിൽ ഹുസൈൻ ഷാ. അതെ, സെയ്ദ് ആദിൽ ഹുസൈൻ ഷാ. അവന്റെ പേരിലുണ്ടായിരുന്നു അവന്റെ മതം. ഒരു കുതിരക്കാരനായിരുന്ന ആദിലിന് അറിയാമായിരുന്നു തന്റെ പേര് മുസ്ലിം ആയതുകൊണ്ട് അവർ തന്നെ വധിക്കില്ലെന്ന്. പക്ഷെ തന്റെ മുന്നിലേട്ട് നിരപരാധികളായ ഒരു പറ്റം മനുഷ്യരെ കൊല്ലുന്നത് നോക്കി നിൽക്കാൻ അവന് പറ്റിയില്ല. കാരണം ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ, അവന്റെ സിരകളിൽ ഓടുന്നത് ഇന്ത്യൻ ധീരതയുടെ ചുടുരക്തമാണ്. ഇന്ത്യ എന്ന മതസൗഹാർദ്ദ രാജ്യത്ത് ഹിന്ദുവെന്നോ മുസ്ലിം എന്നോ നോക്കാതെ അവരെല്ലാം മനുഷ്യരാണെന്ന് മനസ്സിലാക്കി അവന്റെ ഉള്ളിലെ ധീരത, ദേശസ്നേഹം, സാഹോദര്യം ഒന്നുകൊണ്ട് മാത്രം സ്വന്തം ജീവൻ ത്യജിച്ചു മറ്റുള്ളവരെ രക്ഷപ്പെടുത്താനായി വെടിയുണ്ടകൾക്ക് മുന്നിൽ പതറാതെ എതിരാളികളുടെ തോക്ക് പിടിച്ചു വാങ്ങിച്ചു. ആ നിമിഷം അയാൾ രണ്ടാമതൊന്ന് ചിന്തിച്ചില്ല. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ വെടിയേറ്റു മരിച്ചുവെങ്കിലും ഒരു വെടിയുണ്ടകൾക്കും തകർക്കാനാവാത്ത മൂല്യങ്ങളുടെ ദീപസ്തംഭമായി മാറി ആദിൽ എന്ന മുസ്ലിം യുവാവ്. പഹൽഗാമിലെ ബൈസാരൻ വാലിയിലേക്ക് വിനോദസഞ്ചാരികളെ കുതിരപ്പുറത്ത് കൊണ്ടുപോകുന്ന ജോലിയായിരുന്നു ആദിൽ ഹുസൈൻ ഷായ്ക്ക്. രോഗബാധിതരായ മാതാപിതാക്കളും കുട്ടികളും അടങ്ങുന്ന കുടുംബത്തിന്റെ ഏക അത്താണി. വിനോദസഞ്ചാരികളെ സവാരി കൊണ്ടുപോകുന്നതിലൂടെ ലഭിക്കുന്ന വരുമാനം കൊണ്ടാണ് ആദിൽ ഹുസൈൻ ഷാ തന്റെ കുടുംബത്തെ സംരക്ഷിച്ചിരുന്നത്. മതം നോക്കാതെ മനുഷ്യരെ രക്ഷിക്കാൻ ജീവിതം പണയപ്പെടുത്തിയ ആദിൽ. മതങ്ങൾക്കപ്പുറം മനുഷ്യത്വത്തെ ബന്ധിപ്പിക്കുന്ന കരുതലാണ് ആദിൽ എന്ന മുസ്ലിം യുവാവ്. ഭീകരർ നമ്മളെ മതത്തിന്റെ പേരിൽ വിഭജിക്കാൻ ശ്രമിച്ചപ്പോൾ ഒരു മുസ്ലിം മനുഷ്യൻ തന്റെ ഹിന്ദു സഹോദരന്മാരെ സംരക്ഷിക്കാൻ ജീവത്യാഗം നടത്തി. അതാണ് കാശ്മീർ, അതാണ് ഇന്ത്യ, അതാണ് ഇന്ത്യൻ സാഹോദര്യം. മതത്തിന്റെ പേരിൽ മനുഷ്യരെ വിഭജിക്കുന്ന പ്രവണത അവസാനിപ്പിക്കണം. ഇനിയും ഇതുപോലുള്ള ഹിന്ദുത്വവാദികൾ മുസ്ലിങ്ങൾക്ക് നേരെയുള്ള കടന്നാക്രമണം അവസാനിപ്പിക്കണം. എല്ലാ മുസ്ലിങ്ങളും ഒരുപോലെയല്ല. ഭീകരൻ ഏതു മതക്കാരനാണെങ്കിലും അവൻ മനുഷ്യർക്കെതിരായ ശത്രുവാണ്. അവർക്ക് ലക്ഷ്യം ഒന്നേയുള്ളൂ, ഭയം വിതച്ചും മതഭ്രാന്ത് പിടിപ്പിച്ചും സമൂഹത്തെ വിഭജിക്കുക. ഭീകരതയെ ഹിന്ദു മുസ്ലിം വിഭാഗീകരണത്തിലേക്ക് നയിക്കാൻ ശ്രമിക്കുന്നവരാണ് യഥാർത്ഥ രാജ്യദ്രോഹികൾ. ഇത്തരം നീചമായ കമന്റ് ഇട്ടവർക്കുള്ള മറുപടിയാണ് സെയ്ദ് ആദിൽ ഹുസൈൻ ഷാ. ഒന്നോർത്തോളൂ, മനുഷ്യത്വത്തെയും മാനവികതയെയും കെട്ടുറപ്പുള്ള സാഹോദര്യത്തെയും തകർക്കാൻ സെയ്ദിനെ പോലെയുള്ളവർ ഉള്ളപ്പോൾ തകർക്കാനാവില്ല ഇന്ത്യ മഹാരാജ്യത്തെ ഒരു പാകിസ്ഥാനും. അഞ്ജലി ലക്ഷ്മണൻ, ട്രൂവിഷൻ ന്യൂസ്.